ഓണം വരവായി, ഓർമ്മകളിൽ ബാല്യത്തിന്റെ പുനർജനിയായി. അതിരാവിലെ പൂവേ പൊലിയെന്നാർത്തുകൊണ്ട് തൊടികൾ തോറും പൂവിറുത്തു വരുന്ന കാലം. തുമ്പയും മൂക്കുറ്റിയും കാക്കപ്പൂക്കളുമെല്ലാം ഇട്ട് മുറ്റത്തു മെഴുകിയ തിരിവെട്ടത്തിൽ ആശിച്ചൊരുക്കിയ പൂക്കളങ്ങൾ. മനസ്സിലെ മരുഭൂമിയിൽ വിരുന്നു വന്ന മധുരസ്മരണകളുടെ പൂക്കാലത്തെ നമുക്കൊരുമിച്ച് വരവേൽക്കാം. ഇന്നത്തെ തലമുറയ്ക്ക്, പ്രത്യേകിച്ചും പ്രവാസി മലയാളികൾക്ക്, ഓണം വെറുമൊരു ഉത്സവം മാത്രമാകുമോ? ഒരു മീശക്കാരനെ വരവേൽക്കാനുള്ള ഉത്സവം? എന്നാൽ ജാതിമത ഭേദമന്യേ കേരളീയർ എന്നും ആഘോഷിക്കുന്ന ഈ ഓണത്തിന് പിറകിലൊരു വലിയ കഥയുണ്ട്. ഒരു മഹാനായ രാജാവിന്റെ കഥ. കള്ളവും ചതിയുമില്ലാത്തൊരു നാടിനെ ഭരിച്ചിരുന്ന രാജാവിന്റെ കഥ. ഇതാ സ്വിസ് മലയാളികൾക്കായി ഒരു ഓർമ്മ പുതുക്കൽ. വരവേൽക്കാം നമുക്ക് ഈ നല്ല മനുഷ്യനെ. പണ്ട് ദുർവാസാവ് എന്ന മഹർഷി ദേവന്മാരെ ശപിച്ചു. ജരാനരകൾ ബാധിച്ച് യുവത്വം നഷ്ടപ്പെട്ട ദേവന്മാരോട് മഹാവിഷ്ണു പാലാഴിയിൽ നിന്ന് അമൃത് കടഞ്ഞെടുത്താൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞു. അവർ അതിന് അസുരരാജാവായ ബലിയുടെ സഹായം തേടി. അമൃതിന്റെ പകുതി അസുരന്മാർക്ക് നൽകാമെന്ന ഉറപ്പിൽ വാസുകി എന്ന സർപ്പത്തെ മന്ധരപർവ്വതത്തിൽ കയറാക്കി ചുറ്റി ഇരുകൂട്ടരും ചേർന്ന് പാലാഴി മഥനം തുടങ്ങി. പർവ്വതത്തെ താങ്ങി നിർത്താൻ മഹാവിഷ്ണു ആമയുടെ അവതാരം പൂണ്ടു. കടഞ്ഞ് അമൃതകുംഭം പുറത്തു വന്നു. വാക്കുപാലിക്കാതെ മുഴുവൻ അമൃതും ദേവന്മാർ തന്നെ അകത്താക്കി. ഇരുകൂട്ടരും തമ്മിൽ യുദ്ധമായി. അസുരന്മാർ തോറ്റു. ബലിക്ക് മാരകമായി മുറിവേറ്റു. അസുരഗുരുവായ ശുക്രാചാര്യർ മഹേശ്വരനിൽ നിന്നും ലഭിച്ച സഞ്ജീവനി മന്ത്രം ചൊല്ലിയാണ് ബലിയെ മരണത്തിൽ നിന്നും രക്ഷിച്ചത്. കാലക്രമേണ ശക്തി വീണ്ടെടുത്ത ബലി ഇന്ദ്രപ്രസ്ഥം കീഴടക്കി. ദേവേന്ദ്രനെ പുറത്താക്കി നമ്മുടെ നാടിന്റെ അധികാരമേറ്റു. ബലിയുടെ ഭരണം ജനങ്ങളെ സമ്പൽ സമൃദ്ധിയുടെ ലോകത്തേക്കാണ് നയിച്ചത്. കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലാത്ത സ്വപ്നസുന്ദര ലോകം. ഇത് കണ്ട ദേവന്മാർക്ക് അസൂയ മൂത്തു. മഹാബലിയെ പുറത്താക്കണമെന്ന അപേക്ഷയുമായി അവർ വീണ്ടും മഹാവിഷ്ണുവിന്റെ അടുത്തെത്തി. കശ്യപമുനിക്കും പത്നി അതിഥിക്കും 12ാമത്തെ കുട്ടിയായി മഹാവിഷ്ണു അവതരിച്ചു. നോക്കി നിൽക്കെ വളർന്ന് വാമനരൂപം പൂണ്ടു മഹാബലിയെ കാണാൻ തിരിച്ചു. സർവ്വലോകങ്ങൾക്കും അധിപനാകാൻ അശ്വമേധയാഗം നടത്തുകയായിരുന്നു ബലി. ആ സമയത്ത് എന്തു ചോദിച്ചാലും ദാനധർമ്മിഷ്ഠനായ ബലി നൽകുമെന്ന് വാമനൻ അറിയാമായിരുന്നു. എന്തു വേണമെന്ന ബലിയുടെ ചോദ്യത്തിന് വെറും 3 അടി മണ്ണ് മതിയെന്ന് വാമനൻ പറഞ്ഞു. ബലി സമ്മതിച്ചു. വാമനൻ ആകാശം മുട്ടെ അല്ല, അതിലും മേലേക്ക് വളർന്നു. ഒരു കാലടി കൊണ്ട് സ്വർഗവും ആകാശവും അളന്നു. 2ാമത്തെ കാലടി കൊണ്ട് ഭൂമിയും അളന്നു. മൂന്നാമത്തെ കാലടി എവിടെ വെക്കുമെന്ന് വാമനൻ ചോദിച്ചപ്പോ മഹാവിഷ്ണുവിന്റെ ആഗമനോദ്ദേശം മനസ്സിലാക്കിയ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. മഹാബലിയുടെ മഹത്വം തിരിച്ചറിഞ്ഞ വാമനൻ വർഷത്തിലൊരിക്കൽ ജനങ്ങളെ കാണാനുള്ള വരം നൽകിയ ശേഷം നല്ലവനായ ആ രാജാവിന് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ആ നീതിമാനായ മഹാരാജാവ് നമ്മെ കാണാനെത്തുന്ന വേളയാണ് നാം ഓണമായിട്ട് ആഘോഷിക്കുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാനാണ് നാം ഓണപ്പൂക്കളവും ഓണത്തപ്പനെയും ഒരുക്കുന്നത്. മീശക്കാരൻ കുടവേറൻ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് കൊതിപ്പിക്കുന്ന ഡിസ്കൗണ്ട് മേള മാത്രമല്ല ഓണം. ആ ഓർമ്മപ്പെടുത്തൽ കൂടിയാവട്ടെ ഈ കഥയും ചിത്രങ്ങളും. മറവിയുടെ പാതാളത്തിലേക്ക് നാം ചവിട്ടിത്താഴ്ത്തിയ മഹാബലിയെ നമുക്ക് മാനത്തേക്ക് ഉയർത്താം. ഇതാവട്ടെ നാം അദ്ദേഹത്തിന് ഈ വർഷം നൽകുന്ന സ്നേഹസമ്മാനം. ശിവനെ ലഭിക്കാനായി പാർവതി ദേവി വളരെ കഠിനമായ തപസ് ചെയ്ത് അദ്ദേഹത്തെ നേടാൻ വ്രതമെടുത്തിരുന്നു.
അതിന്റെ ഓർമ്മയ്ക്കായി സ്ത്രീകൾ തിരുവാതിര നോയമ്പെടുക്കുകയും ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി തിരുവാതിര എന്ന നൃത്തം പാടിക്കളിക്കുകയും ചെയ്യുന്നു. മകയിരത്തിന് എട്ടങ്ങാടി നിവേദിച്ച് എട്ടങ്ങാടി കഴിച്ച് 8 ചുവടുകൾ വെച്ച് പിറ്റേ ദിവസം വെളുപ്പിനെ ഉണർന്ന് അലക്കിയതെടുത്ത് ക്ഷേത്രദർശനം കഴിഞ്ഞ് സ്ത്രീകൾ പകൽ തിരുവാതിര പുഴുക്കും മറ്റുമുണ്ടാക്കി ദൈവികമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും രാത്രിയിൽ പാട്ടുകൾ പാടി കളിക്കുകയാണ്. ഗണപതി, സരസ്വതി, ശ്രീകൃഷ്ണസ്തുതി, ശിവസ്തുതി അങ്ങനെ ക്രമമനുസരിച്ച് പാടിക്കളിക്കുന്ന നിരവധി പദങ്ങൾ തിരുവാതിര പാട്ടുകളിൽ തന്നെയുണ്ട്. കൂടാതെ കഥകളി പദങ്ങൾ എല്ലാം എടുത്ത് പാടിക്കളിക്കും. ആദ്യം വളരെ ശാന്തമായ തരത്തിലെ പതിഞ്ഞ കാലത്തിലായിരിക്കും. പിന്നീട് അങ്ങോട്ട് കുമ്മി, കുരുത്തി, വഞ്ചി എന്നൊക്കെയുള്ള നല്ല ഉഷാറോടുകൂടി കളിക്കുന്ന ഇനങ്ങളെല്ലാം വരും. രാത്രി മുഴുവനും തിരുവാതിരയാണ്. പിന്നെ പാതിരാ പൂച്ചൂടൽ 12 മണിയാവുമ്പോൾ ദശപുഷ്പം ശേഖരിക്കാൻ പോവും. തിരിച്ചുവന്ന് ഓരോ പൂവിന്റെയും മാഹാത്മ്യം എടുത്തു പറഞ്ഞ് പാടി പ്രാർത്ഥിച്ച് തലയിൽ ചൂടും. പിന്നെ വിനോദങ്ങളും ദ്രുതഗതിയിലുള്ള നൃത്തങ്ങളും ആവും. ഐതിഹ്യങ്ങളും മറ്റു പല പുരാതന സങ്കല്പങ്ങളും ഈ നൃത്ത സങ്കല്പത്തിന് നമ്മുടെ കേരള സംസ്കാരത്തിന്റെ അത്ര സ്ഥാനമുണ്ടെന്ന് ഊന്നിപ്പറയുന്നു. നമ്മുടെ സംസ്കാരത്തിന് ബലമേകുന്ന ഈ നൃത്ത സങ്കല്പത്തിന് പുതുമയുടെ കച്ചകൾ നെയ്തുകൊണ്ട് പഴമയെ ഒട്ടും വിടാതെ പാതിരാ പൂച്ചൂടിയും വാലിട്ടു കണ്ണെഴുതിയും ഇതാ ഈ ഓണദിനത്തിൽ നമ്മുടെ സ്വിസ് മലയാളി മംഗമാർ നിങ്ങളുടെ മുന്നിലേക്ക്. ധ്യായേ നിത്യം ഗണേശം പരമഗുണയുതം ധ്യാനസംസ്ഥം ത്രിനേത്രം ശ്രീഗണേശം നമാമി. മാർഗഴി മഞ്ഞിൽ കുളികളിഞ്ഞ മംഗല്യ താലി ചാർത്തിയ മാധവി ലതകളീറനണിഞ്ഞാടി. മാർഗഴി മഞ്ഞിൽ കുളികളിഞ്ഞ മംഗല്യ താലി ചാർത്തിയ മാധവി ലതകളീറനണിഞ്ഞാടി. നീലനിലാ നിലവിളക്കിൻ നിഴലുകൾ നീളെ താളത്തിൽ കൈകൊട്ടിക്കളിയാടി. താളത്തിൽ കൈകൊട്ടിക്കളിയാടി. മാർഗഴി മഞ്ഞിൽ കുളി കഴിഞ്ഞ മംഗല്യ താലി ചാർത്തിയ മാധവി ലതകളീറനണിഞ്ഞാടി. അഷ്ടമംഗല്യമെടുക്കുവിൻ കൂട്ടരെ ഭദ്രദീപങ്ങൾ കൊളുത്തി വയ്പ്പിൻ. അഷ്ടമംഗല്യമെടുക്കുവിൻ കൂട്ടരെ ഭദ്രദീപങ്ങൾ കൊളുത്തി വയ്പ്പിൻ. വായ്ക്കൂരവാരവം പൊങ്ങിപ്പരക്കട്ടെ വാനിലും പാരിലും നാലിടത്തും. വായ്ക്കൂരവാരവം പൊങ്ങിപ്പരക്കട്ടെ വാനിലും പാരിലും നാലിടത്തും. പാടത്തിരിയുവിൻ തോടുകൾ വെക്കുവിൻ നാടിക്കുഴയുവിൻ മംഗമാരേ. പാടത്തിരിയുവിൻ തോടുകൾ വെക്കുവിൻ നാടിക്കുഴയുവിൻ മംഗമാരേ. തുമ്പി കളിക്കുവിൻ തുള്ളി കളിക്കുവിൻ ചിന്തുകൾ പാടുവിൻ കന്യമാരേ. തുമ്പി കളിക്കുവിൻ തുള്ളി കളിക്കുവിൻ ചിന്തുകൾ പാടുവിൻ കന്യമാരേ. കാലിൽ ചിലമ്പണി വേണിമണി തവ പാണിവളകൾ
നേരത്തൊരു നേരത്തിന് ചാരത്തമരുന്നവരെ ദൂരത്തകറ്റാനൊരുങ്ങരുതേ. നേരത്തൊരു നേരത്തിന് ചാരത്തമരുന്നവരെ ദൂരത്തകറ്റാനൊരുങ്ങരുതേ. തമ്മിലാരുമേ ചേരാതിരിക്കരുതേ. പിന്നെ ലീലാ വിനോദമൊടുങ്ങരുതേ. ലീലാ വിനോദമൊടുങ്ങരുതേ. നേരത്തൊരു നേരത്തിന് ചാരത്തമരുന്നവരെ ദൂരത്തകറ്റാനൊരുങ്ങരുതേ. തമ്മിലാരുമേ ചേരാതിരിക്കരുതേ. പിന്നെ ലീലാ വിനോദമൊടുങ്ങരുതേ. പരമശിവാ ദേവാ പാർവതി വല്ലഭ ശരണം നീയേ ദേവാ ശരണം നീയേ. പരമശിവാ ദേവാ പാർവതി വല്ലഭ ശരണം നീയേ ദേവാ ശരണം നീയേ. തരണമേ സൗഭാഗ്യം മുക്തിവിനായക തരണമേ സൗഭാഗ്യം ദേവദേവാ. തരണമേ സൗഭാഗ്യം മുക്തിവിനായക തരണമേ സൗഭാഗ്യം ദേവദേവാ. തരണമേ സൗഭാഗ്യം ദേവദേവാ. ദക്ഷിണാമൂർത്തി കർണാട്ടിക് സംഗീതത്തിൽ പാണ്ഡിത്യം നേടിയ അദ്ദേഹം സംഗീത രചയിതാവായും സംഗീത സംവിധായകനായും മലയാളം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഇടം നേടി. 125 പരം സിനിമകൾക്ക് തന്റെ 50 വർഷത്തെ ജീവിതത്തിൽ 859 ഗാനങ്ങളാണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്. മലയാളി മനസ്സിൽ ഇന്നും മൂളിപ്പാടാൻ, കേട്ടാസ്വദിക്കാൻ അദ്ദേഹം സമ്മാനിച്ചു കുറച്ച് ഗാനങ്ങൾ കോർത്തിണക്കി മോഹിനിയാട്ടം, ഒഡീസി, ഭരതനാട്യം, കേരള നടനം, കഥക് ഒത്തുചേരുന്ന ഒരു ജുഗൽബന്ദി സ്വിസിലെ 2ാം തലമുറകൾ അവതരിപ്പിക്കുന്നു. ആ സംഗീത ദേവതയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കല എന്ന മഹാസാഗരത്തിന്റെ വേദി ഇതാ നിങ്ങളുടെ മുന്നിൽ തുറക്കുകയാണ് രംഗപൂജയായി. മനസ്സിലുണരു ഉഷസന്ധ്യയ മനസ്സിലുണരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി മനസ്സിലുണരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി നാഗസദസിലെ നവരത്ന വീണയിൽ നാഗസദസിലെ നവരത്ന വീണയിൽ നാദം തൊഴും ഭൂമി നവരാത്രിയിൽ മനസ്സിലുണരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി നാഗസദസിലെ നവരത്ന വീണയിൽ നാഗസദസിലെ നവരത്ന വീണയിൽ
ആറാട്ടിനാനകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം തിരതല്ലി మగరిగ పాప పదస పదప మగరిగ పాప దనిద గగప రిసనిద గప దబ నిద రిస గరి మగ రిస నిద గరిజ నిద రిజ నిద పద నిద పద రిసనిద పద ప మగరిస రిగ పద గతి జటి ద రిసనిద తప్ప మగరి కతిర్ మండపం സപ്തസ്വര മണ്ഡപം കതിർ ചൂടും അനുരാഗ ശ്രുതി മണ്ഡപം ഇവിടെ നാം കൊളുത്തുന്ന കൈത്തിരിയിൽ ഇരു ഹൃദയങ്ങളെ നയിക്കും വെളിച്ചം കതിർ മണ്ഡപം സപ്തസ്വര മണ്ഡപം കതിർ ചൂടും അനുരാഗ ശ്രുതി മണ്ഡപം വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു മധുരമാം കാലൊച്ച കേട്ടു വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ അതിലോലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു മധുരമാം കാലൊച്ച കേട്ടു കാട്ടിലെ പാഴ്മുളം തൻ
സിനിമ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിക്കുന്ന ഒരു ദൃശ്യവിനോദം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നിന്നും ഇന്നിതാ 3D, HD, ആനിമേഷൻ അതിനും അപ്പുറവും എത്തി നിൽക്കുന്നു. എത്രയെത്ര കലാകാരന്മാരുടെ അധ്വാനം അതിനു പിറകിൽ. എന്നാൽ സിനിമയിൽ നമ്മുടെ മുമ്പിൽ അഭിനയിച്ചു താർക്കുന്നവരെ നാം എന്നും ഓർക്കുന്നു. ടെലിവിഷനിൽ സിനിമ കാണുന്നതിലും ഉപരി ഒരു വേദിയിൽ സ്വിസ് മലയാളികളെ സിനിമ എന്ന മഹാലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ ഒരു ചെറിയ പ്രയത്നം നടത്തുന്നു. നൃത്തവും നാടകവും ഇടകലർത്തി മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് സിനിമകൾ ഇതാ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. കാണുക, ആസ്വദിക്കുക. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും. 1965 കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് പ്രേം നസീർ, സത്യൻ, പ്രേമ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ശകുന്തള എന്ന ചിത്രത്തിന്റെ ഇടനാഴിയിലൂടെ ഒരു യാത്ര. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞുറിയുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും. പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികളല്ലേ പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികളല്ലേ ഞാനൊരു മുനികുമാരികളല്ലേ ചമതമൊറിക്കും കൈവിരലുകളാൽ ഹൃദയത്തമ്പുരുവെങ്ങിനെ മീട്ടും പ്രണവം ചൊല്ലും ചുണ്ടുകളാൽ ഞാൻ പ്രേമസാഗരിയെങ്ങിനെ പാടും നാദാ നാദാ നീയെവിടെ പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികളല്ലേ ഞാനൊരു മുനികുമാരികളല്ലേ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ ആരോടും പോയി പറയരുതീ കഥ മാനേ പുള്ളിമാനേ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ ആരോടും പോയി പറയരുതീ കഥ മാനേ പുള്ളിമാനേ നിൻമലർമിഴികളിളഞ്ഞനമെഴുതിയ നിന്റെ ശകുന്തള ഞാൻ നിൻമലർമിഴികളിളഞ്ഞനമെഴുതിയ നിന്റെ ശകുന്തള ഞാൻ നിൻ പ്രിയ സഖിയുടെ ചഞ്ചലമിഴിയുടെ നിത്യകാമുകനല്ലോ ഞാൻ നിത്യകാമുകനല്ലോ നിൻ പ്രിയ സഖിയുടെ ചഞ്ചലമിഴിയുടെ നിത്യകാമുകനല്ലോ ഞാൻ നിത്യകാമുകനല്ലോ മാല
കണ്ണിനി നദിയിൽ കണ്ണാടി നോക്കുമാനേ പുള്ളിമാനേ ആരോടും പോയി പറയരുതീ കഥമാനേ പുള്ളിമാനേ. 1965 തകഴിയുടെ ചെമ്മീൻ നോവലിനെ ആസ്പദമാക്കി രാമു കാര്യാട്ടിന്റെ സംവിധാനത്തിൽ ഷീല, മധു, സത്യൻ എന്നിവർ അഭിനയിച്ച് വിവിധ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി കേരളത്തെ, അല്ല ഇന്ത്യൻ സിനിമയെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആ കാലഘട്ടത്തിന് തന്നെ ഇടം പിടിക്കാൻ യോഗ്യമാക്കി. മാനസമൈനി വരൂ മധുരം മുള്ളി തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ, കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ. പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ല് തരാമോ. നിങ്ങൾ ചിരിപ്പിക്കാതെ കൊച്ചു മുതലാളി. കൊള്ളാം, നല്ല നോട്ടം. എന്താ? ഓ പിന്നെ ഇതാണ് വലിയ കൊച്ചു മുതലാളി. എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെ വിളിക്കും? പരീക്കുട്ടിയെന്ന്. പരീ? ഞാനങ്ങനെ വിളിക്കില്ല. എങ്കിൽ കറുത്തമ്മയെന്ന് ഞാനും വിളിക്കില്ല. പിന്നെ വലിയമരക്കാത്തിന്ന് വിളിക്കും. വലിയമരക്കാത്തിയോ? പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ. പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ. കണ്ണിത്താമര പൂളേ കണ്ണിത്താമര പൂളേ. വാ വാ പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ. കച്ചവടമൊന്നുമില്ലല്ലേ? കൊച്ചുമുറയുടെ കാശ് തരാം. അതിന് കറുത്തമ്മ എന്നോട് കാശ് മേടിച്ചില്ലല്ലോ. പക്ഷെങ്കിൽ തരേണ്ടത് ഞാനാ. അതങ്ങനാ? ഞാനാണ് കൊച്ചുമുതലാളിയെ വിളിപ്പിച്ചത്. ആ കാശ് തന്നിട്ട് ആ കാശ് തന്നിട്ട് കല്യാണവും കഴിഞ്ഞ് കറുത്തമ്മ പോകും അല്ലേ? കറുത്തമ്മ പോയാൽ ഈ കടപ്പുറത്തൊന്നും ഞാൻ പോവില്ല. എന്റെ കൊച്ചുമുതലാളി. അങ്ങനെ പാടി പാടി ഞാൻ ചങ്കു പൊട്ടിച്ചാകും. പണ്ടോര് മുക്കുവൻ മുത്തിനു പോയി
1993 മലയാള ചലച്ചിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ചിത്രം. ഇന്നത്തെ തലമുറ പോലും കണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ചിത്രത്തിലെ ചില രംഗങ്ങളും ഗാനങ്ങളും മറ്റും ഓരോ മലയാളികളുടെ കണ്ണിലും നാവിലും ഇന്നും മറയാതെ നിൽക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങളുടെ ഇരിപ്പിടങ്ങൾ മുറുക്കെ പിടിച്ചുകൊള്ളൂ. നാഗവല്ലിയും സണ്ണിയും നകുലനുമെല്ലാം ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞു. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடந்து விடுவேன். സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപരവ്യക്തിത്വം, ദ്വന്ദ്വവ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. പുള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. ആ രോഗി നിന്റെ ഗംഗയാണ്. അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറി. அந்த அகரியில கீர்த்தனை ஒண்ணு பாடுறீங்களா? ஒரு முறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை
मगसनि धनि सगमा मगसनि धनि सग मगसनि धनि सगमा ग म ग सनि द मग मदनि सनि द मग मदनि सा नि धनि स धनि स धनि स धनि स मदनि 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 धनि स धनि स धनि स मदनि 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 स मदनि स मदनि स मदनि स सनि ध म सनि ध म सनि ध म सनि ध म मम ग ग स सनि नि स सनि नि द द नि नि स सनि नि द द मम ग ग स सनि नि द द धनि स स स नि द स स स म द स स स আমি যে তোমার শুধু যে তোমার আমি যে তোমার ഫാന്റസി കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ പ്രിയങ്കരം. മഞ്ഞുപോലെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയും പിശാചായ രണ്ടാനമ്മയും അവളെ ഏറെ സ്നേഹിച്ച ഒരു രാജകുമാരനും എല്ലാം പ്രേക്ഷകരെ കയ്യിലെടുത്ത സിനിമ. പഴങ്കഥ എന്ന പോലെ കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരം. തയ്യാറാകൂ ആ മായാലോകത്തിലേക്ക് പോകാൻ. ഇതാ ഇവിടെ സ്നോ വൈറ്റ്. सदियों पहले एक नेक राजा रानी के घर जन्म हुआ एक खूबसूरत राजकुमारी का, पर दुर्भाग्यवश जन्म देते ही उसकी मां चल बसी। ठीक 1 साल बाद जब राजा ने यह महसूस किया कि उस नन्ही सी जान को एक मां की जरूरत है, तो राजा ने दोबारा शादी की। पर राजा ये नहीं जानते थे कि उनके रानी के खूबसूरत चेहरे के पीछे छुपा हुआ था एक चालाक, घमंडी, फरेबी औरत का दोगला रूप। सुंदरता का घमंड रख वो रोज अपने आईने से पूछती, आईने आईने बता दे मुझको, सारी दुनिया में लगता कौन सबसे खूबसूरत तुझको। रात में ही जागते हैं ये गुनाहों के घर, महारानी आप है सबसे खूबसूरत। मुस्कानें झूठी हैं, पहचानें झूठी हैं। बीतते वक्त के साथ राजकुमारी की खूबसूरती भी निखरती गई। ये देख ईर्ष्या से भरे उसके सौतेली मां ने उसे जंगल भेज मारने का फैसला लिया। इसी दौरान दूर कहीं किसी राजघराने में एक राजकुमार अपने पहले प्यार की तलाश में बेचैन हुए जा रहे थे। जिसे ढूंढता हूँ मैं हर कहीं, जो कभी मिली मुझे है नहीं, मुझे जिसके प्यार पर हो यकीन, वो लड़की है कहाँ। जिसे सिर्फ मुझसे ही प्यार हो, जो ये कहने को भी तैयार हो, सुनो तुम ही मेरे दिलदार हो, वो लड़की है कहाँ।
दुष्ट माँ के डर से राजकुमारी ने रुख किया जंगल की ओर, जहां नन्हे फरिश्तों ने उसे थमाई उम्मीद की डोर। हंसती रहे तू हंसती रहे, हया की लाली खिलती रहे, जुल्फ के नीचे गर्दन पे सुबह शाम मिलती रहे, सौंधी सी हंसी तेरी खिलती रहे मिलती रहे। खूबसूरत हो बेहद, पर कौन हो तुम? ऐसी क्या चीज है जिसकी तलाश में यूं गुम हो तुम? ना देखा ना महसूस किया, उसे पाने आई हूँ। प्यार का नाम बस सुना है, उसकी तलाश में आई हूँ। दिल उड़ा 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 है कहीं दूर, चल के खुशबू से जुड़ा 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 है कहीं दूर। सिर्फ कह जाओ या आसमां पे लिख दूं, तेरी तारीफों में चश्मे बदलूं। फिर एक दिन उस दुष्ट रानी ने किया अपने जादुई आईने से सवाल। आईने का जवाब सुन हुई रानी बेहाल, निकल पड़ी जंगल के ओर, बिछाने राजकुमारी के लिए एक मौत का जाल। रानी के बिछाए जाल से खुद को बचा नहीं पाई मासूम, पर नन्हे फरिश्तों ने भी जमने नहीं दिया उसके बदन का खून। अपने प्यार की तलाश में उसी जगह पहुंचा राजकुमार, बचा लेगा अपनी मलिका को, अब यही था खैर। सजदे में यूं ही झुकता हूँ, तुम पे ही आके रुकता हूँ, क्या ये सबको होता है? हमको क्या लेना है सबसे, तुमसे ही सब बातें अब से, बन गए हो तुम मेरी दुआ। ओ मेरे सपनों के सौदागर, तुमने मेरी जिंदगी रोशनी से भर दी। सजदे में यूं ही झुकता हूँ, तुम पे ही आके रुकता हूँ, क्या ये सबको होता है? हमको क्या लेना है सबसे, तुमसे ही सब बातें अब से, बन गए हो तुम मेरी दुआ। खुदा जाने के मैं फिदा हूँ, खुदा जाने मैं मिट गया, खुदा जाने ये क्यों हुआ है कि बन गए हो तुम मेरे खुदा। സ്നേഹത്തിന് ദൈവികമായ പര്യായം നൽകിയ കഥ താജ്മഹാളിന്റെ കഥ. മരണത്തിന് ശേഷവും ഇന്ന് ഞങ്ങളുടെ സ്നേഹത്തിന് അതിരില്ല എന്ന് താജ്മഹാൽ എന്ന ആ മഹാകബറിടം കൊണ്ട് അദ്ദേഹം എല്ലാ തലമുറകളോടും ആ സത്യം വിളിച്ചു പറയുന്നു. ഇതാ ഇവിടെ ഷാജഹാനും മുംതാസും
ചരിത്രത്തിലെ മായാത്ത നാളുകളിലേക്ക് ഒരു എത്തിനോട്ടം. താജ്മഹൽ. चांदी रात बन गई हो, तुम जो आए जिंदगी में बात बन गई।
സ്വിസ്സിലെ ഏറ്റവും പുതിയ തലമുറ ഓണ ദിവസം മാവേലി തമ്പുരാനെ വരവേൽക്കാനായി പുത്തൻ ഉടുപ്പുമെല്ലാം ഇട്ട് ഇങ്ങെത്തിക്കഴിഞ്ഞു. മുഖത്തൊരു ചെറിയ പുഞ്ചിരിയുമായി നിങ്ങളെല്ലാവരും ഈ കുഞ്ഞോമനകളെ പ്രോത്സാഹിപ്പിക്കുക. വള്ളംകളിയും കളരിയും, ആഹാ, മലയാള സംസ്കാരം എത്ര മനോഹരം! കള്ളവും ചതിയുമില്ലാത്ത ആ ഒരു കാലം ഇനിയും എന്നും ഉണ്ടാവട്ടെ. മാവേലി തമ്പുരാൻ നമ്മുടെ ഇടയിലേക്ക് ഇതെല്ലാം കണ്ടാസ്വദിച്ചുകൊണ്ടാവട്ടെ അദ്ദേഹത്തിന്റെ എഴുന്നള്ളത്ത്. തന്റെ സാമ്രാജ്യം ഇന്നും എത്ര മനോഹരമായി നിലനിൽക്കുന്നു. സ്വാഗതം, സ്വാഗതം, സ്വാഗതം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരും പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരും പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലി നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. കൊണ്ട് മോടും പൊന്നും തിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിരച്ചോടി. നെല്ലിൻ പൊന്മല പൂത്തം തോടും നീ വരൂ പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി.
ഒരു ശാപം. ഭിന്നതകളും ഭീകരതകളും ഉടലെടുക്കുന്നത് ഈ സ്നേഹശൂന്യതയിൽ നിന്നാണ്. സ്നേഹിക്കൂ, സഹിക്കൂ, സഹായിക്കൂ, സഹകരിക്കൂ, സാഹോദര്യം വളർത്തൂ. ഈ 5 സന്ദേശങ്ങളാണ് മാവേലിക്ക് അറിയാവുന്നത്. ലോക സമസ്തേ സുഖിനോ ഭവന്തു. Wow, that was amazing. What an extraordinary and wonderful opening program. Don't you think so? Let's give a big round of applause for the creative choreographer, Rosemary Casey, and the wonderful dancers. We invite the wonderful Rosemary Casey onto the stage. മാസങ്ങൾ നീണ്ടു നിന്ന ഒരുക്കങ്ങൾ ഈ പ്രോഗ്രാമിന്റെ പിന്നിലുണ്ട്. ഇതിന് നേതൃത്വം വഹിച്ച് ടാലന്റഡ് കൊറിയോഗ്രാഫറായ മിസസ് റോസ്മെരി പിൻസിയെ ആദരിക്കാനായി ഓണം ജനറൽ കൺവീനറായ മിസ്റ്റർ ഡേവിസ് കർണലിനെ ക്ഷണിക്കുന്നു. പഴമയിൽ പുതുമയെ ഒത്തൊരുക്കി നൂറിപ്പരം കലാകാരികളെയും അണിച്ചൊരുക്കി ശ്രീമതി റോസ്മെരി പിൻസിക്ക് എളിയുടെ അഭിനന്ദനങ്ങൾ. റോസ്മെരി രണ്ട് വാക്ക് തന്നെ ഉള്ളൂ. എങ്കിലും ഒത്തിരി നന്ദി. എന്നെ ഇവിടെ വന്ന് 2 വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം തന്നെ തേടി ഒറ്റ ഡാൻസ് കൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചതിന് ബാബുവിനെയും കേളിയുടെ എല്ലാ ഭാരവാഹികളോടും ആദ്യം തന്നെ നന്ദി പറയുന്നു. പിന്നെ ഈ ഉള്ള എല്ലാ കുട്ടികളോടും അവരുടെ പാരൻസിനോടും പിന്നെ എല്ലാത്തിനും ഉപരി ദൈവത്തോടും എൻ്റെ ഭർത്താവ് പിൻസിയോടും ഒത്തിരി നന്ദി പറയുന്നു. അദ്ദേഹം എല്ലാവരും എനിക്കൊന്നും പറ്റത്തില്ല. ഒരു ടൈം ലിമിറ്റില്ല. എപ്പോൾ വേണമെങ്കിൽ പോവാം. സോ ആ ഒരു സപ്പോർട്ടിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എല്ലാവരോടും ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. Thank you, Mr. David Sullivan, and thank you, Mrs. Rosemary. മാവേലി ഇല്ലാതെ എന്നോണം 30-ലേറെ വർഷങ്ങളായി 75 വരം സ്റ്റേജുകളിൽ സ്വിസ് മലയാളികളുടെ സ്വന്തം മാവേലിയായി തിളങ്ങി നിൽക്കുന്ന തോമസ് ചേട്ടനെ ആദരിക്കാനായി കേളിയുടെ പ്രസിഡന്റ് മിസ്റ്റർ ബാബു കാട്ടുപാലത്തിനെ ക്ഷണിക്കുന്നു. മാവേലി എന്ന് കേൾക്കുമ്പോൾ ആ ഭിത്തിയെ കാണുന്ന അതിമനോഹരമായ മഹാരാജാവിനെയാണ് നമ്മൾ മലയാളികൾ സിസറിലുള്ളവർക്ക് ഓർമ്മ വരിക. അതിൻ്റെ യഥാർത്ഥ രൂപം നമ്മുടെ എല്ലാം മാവേലി തമ്പുരാൻ തോമസ് മൂക്കനാമ്പറമ്പിന് അദ്ദേഹത്തിൻ്റെ 75ാം സ്റ്റേജ് മാവേലിയായിട്ട് കേളി അദ്ദേഹത്തെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. നന്ദി. കേളിയുടെ എല്ലാ ഭാരവാഹികൾക്കും മെമ്പേഴ്സിനും എല്ലാവർക്കും ധാരാളം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കേരളയുടെ ആർട്സ് സെക്രട്ടറി ജോൺ താമരശ്ശേരി. എനിക്കൊന്നും പറയാനില്ല. തോമസേട്ടനുമായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. 30 വർഷമായിട്ട് മാവേലിയായിട്ട് പല സ്റ്റേജുകളും നടന്നു. ഞങ്ങൾക്ക് കേളിയെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഭാഗ്യമാണ് 75ാമത്തെ മാവേലിയായിട്ട് ഈ സ്റ്റേജിൽ തോമസേട്ടന് വന്നത്. അതിന് തോമസേട്ടന് നന്ദി, എല്ലാവർക്കും നന്ദി. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി.
சுருக்கருக்கா முக்கா முழம் போட்டே மாறி கொழுந்து கபத்தில மாட்டி புடிச்சு பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா சுருக்கருக்கா முக்கா முழம் போட்டே மாறி கொழுந்து கபத்தில மாட்டி புடிச்சு பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா டமாலே டமா 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 டமாலே டமா டனக்க நக்கன டே டே டஸ்க நக்கன டே டே டண்டனக்க டனக்கனக்க டே 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 முழம் லோட்டே லாட்டி மருந்து கணக்கின்னு வாச்சி எடுத்து பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா சுருக்கருக்கா முக்கா முழம் போட்டே மாறி கொழுந்து கபத்தில மாட்டி புடிச்சு பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா